മരിച്ച 1.5 വയസ്സുകാരനും കുടുംബവും താമസിച്ച സ്ഥലത്ത് പ്രതി അഷ്കറിനെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ വലിയ ജനരോഷമാണ് ഉണ്ടായത്. പ്രതിക്കെതിരെ കൂകി വിളികളുമായി പ്രദേശവാസികൾ സംഘടിച്ചു വന്നു. കനത്ത പോലീസ് സുരക്ഷയ്ക്കിടയിലും നാട്ടുകാർ അഷ്കറിനെ മർദ്ദിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ വളരെ വേഗത്തിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ അഷ്കറുമായി പോലീസ് മടങ്ങുകയായിരുന്നു. പ്രസാദ്, സ്വാഭാവികമായും ഇങ്ങനെ ഒരു കൊടും ക്രിമിനലിനെ അവിടെ എത്തിക്കുമ്പോൾ ജനരോഷം ഇരമ്പും. എന്താണിന്ന് നെടുമങ്ങാട് സംഭവിച്ചത്? ആര്യ, ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ നാട്ടുകാർ അവരുടെ വികാരം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. കാരണം ഒരു കുഞ്ഞു കുട്ടിയാണ്, ആ കുഞ്ഞു കുട്ടിയെയാണ് ഇങ്ങനെ ക്രൂരമായി മർദ്ദനത്തിനിരയാക്കി കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. ആരും അങ്ങനെ കരുതിയിരുന്നില്ല അങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് സംബന്ധിച്ച്. പക്ഷേ പിന്നീട് ആദ്യഘട്ടത്തിലുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീടാണ് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാവുകയും ചെയ്തത്. ആ കുഞ്ഞിൻ്റെ 2 കൈയും ഒടിഞ്ഞു നിൽക്കുന്ന, അതിൽ പ്ലാസ്റ്ററിട്ട ഒരു ദൃശ്യം അത് നേരത്തെ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അത് സൈക്കിളിൽ വീണ് പൊട്ടിയതാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇപ്പോഴും ഈ മർദ്ദനത്തിൻ്റെ കണക്കുകളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉറപ്പായും അത് അഷ്കറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് തന്നെയാണ് എന്നുള്ളതാണ്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ആ നാട്ടുകാർ അവിടേക്ക് എത്തിയതും അവർ സംഘടിതമായി അഷ്കറിനെ കൈകാര്യം ചെയ്യുന്നൊരു സ്ഥിതിയും ഉണ്ടായത്. വലിയ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും നാട്ടുകാരുടെ ഒരു രോഷത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പോലീസിനും പലപ്പോഴും കഴിഞ്ഞിരുന്നില്ല. ഒരു പരിധിവരെ ഒരു രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം പോലീസുകാർ. അതല്ലെങ്കിൽ വലിയൊരു ഭീകരമായ ഒരു മർദ്ദനം അഷ്കറിന് നേരെ ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇത് ഇപ്പോഴുള്ള കുഞ്ഞിനെ മാത്രമല്ല, മുൻ ഭാര്യയെ ചെയ്തത് എങ്ങനെയാണ് എന്നുള്ളത് നേരത്തെ അവരുടെ അമ്മ നമ്മളോട് തന്നെ വിശദീകരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അങ്ങനെയെങ്കിൽ ആര്യ, ഇത് മാത്രമല്ല സംഭവിച്ചിട്ടുണ്ടാവുക, ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഈ കൊടും ക്രിമിനൽ ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇത് പെട്ടെന്ന് അറിഞ്ഞപ്പോഴുള്ള ഒരു വികാരത്തിലും വിഷമത്തിലുമാണ് അങ്ങനെയൊരു പ്രതികരണം നാട്ടുകാരിൽ നിന്നുണ്ടായത് എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും JV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.